പാചകവാതക വില വർധനവിന് പിന്നാലെ സാധാരണക്കാരെ വലച്ച് സംസ്ഥാനത്ത് ഹോട്ടൽ ഭക്ഷണത്തിന് തീവില. സംസ്ഥാനത്തെ ഹോട്ടലുകളും ക്യാന്റീനുകളും ഭക്ഷണ നിരക്ക് കുത്തനെ കൂട്ടി. ഉച്ചയൂണിന് 20 മുതൽ 30 രൂപ വരെയാണ് പലയിടത്തും ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത്. പാചകവാതക വില വർധന കാരണം ഹോട്ടലുകളിലെ തീവില സാധാരണക്കാരന്റെ ബജറ്റ് തെറ്റിക്കുന്ന നിലയിലേക്കാണ് നീങ്ങുന്നത്. പുറത്തുനിന്ന് കഴിക്കുന്ന ആൾക്കാർക്ക് ഇത് സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ള ഫുഡ് കിട്ടുക എന്നുള്ളത് ഇപ്പോൾ അങ്ങനെ ഇല്ല. ട്രിവാൻഡ്രത്തൊക്കെ ആകുമ്പോൾ പല സ്ഥലത്തുനിന്ന് വന്ന് നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ നല്ല രീതിക്ക് ബാധിക്കും വില വർധന. ഉച്ചഭക്ഷണത്തിനും ബിരിയാണിക്കും നിലവിലുണ്ടായിരുന്ന നിരക്കിൽ നിന്ന് 20 രൂപ മുതൽ വർദ്ധിച്ചു. ഊണിനൊപ്പം മീൻ ഇറച്ചി വിഭവങ്ങൾ കഴിക്കണമെങ്കിൽ 20 രൂപ മുതൽ അധികം നൽകേണ്ടി വരും. ഓരോ ദിവസവും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കഴിക്കുന്ന സാധനമെല്ലാം നാളെ കഴിക്കുന്നത്. നാളെ വരുമ്പോൾ റേറ്റ് മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പം 80 രൂപ 70 രൂപ ആയിരുന്നത് ഇപ്പം 100 രൂപ, ചിലയിടത്തൊക്കെ 110 രൂപ ആയിട്ടുണ്ട്. നഗരങ്ങളിൽ മിക്ക ഹോട്ടലുകളിലും ചായക്ക് 15 രൂപയാണ് ഈടാക്കുന്നത്. ചായക്കൊപ്പം കഴിക്കുന്ന വിവിധ തരം എണ്ണക്കടികൾക്കും സ്നാക്സുകൾക്കും വില കൂട്ടി. ചായക്ക് പോയ 15 രൂപയാണ്. നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. കാരണം പാവങ്ങൾ എങ്ങനെ ജീവിക്കും? ഗ്യാസിന്റെ വില കുത്തനെ ഉയർന്നതോടെ ഹോട്ടൽ നടത്തിപ്പ് പ്രതിസന്ധിയിലാണെന്നും വില വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകാനാകില്ലെന്നുമാണ് ഹോട്ടൽ ഉടമകളുടെ നിലപാട്. ഒരു ഗ്യാസിന്റെ വില 3400, ഒരു കുറ്റി ഗ്യാസിന്റെ വില. പലവ്യഞ്ജനത്തിനെയും പച്ചക്കറിയും കാള് ഇരട്ടിയാണ് ഗ്യാസിന്റെ വില. 40% വർദ്ധിച്ചിട്ടുണ്ട്. മെയിൻ്റനൻസ് കോസ്റ്റ് വർദ്ധിച്ചിട്ടുണ്ട്. വില കൂട്ടിയ സാഹചര്യമുണ്ട്, നിർബന്ധമാണ്. തലസ്ഥാനത്തടക്കമുള്ള നഗരപ്രദേശങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഹോട്ടൽ ഭക്ഷണത്തെയാണ് ആശ്രയിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള ഓഫീസുകളിൽ എത്തുന്നവരും IT ജീവനക്കാരും വിദ്യാർത്ഥികളും വില വർധനവിൽ വലയുകയാണ്. മീഡിയ 1 തിരുവനന്തപുരം.